ഓട്ട ചെറുപ്പക്കാരോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, മക്കളെ, കുടുംബജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ ചിലപ്പോ ദീനൊക്കെ ഉണ്ടാവും. നല്ല ഹാജിയാരുടെ മോളാണ്, പെണ്ണും ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, ദീനൊക്കെ ഉണ്ടാവും. പക്ഷെ എത്ര വലിയ ദീനുള്ളവരായാലും എല്ലാവരുടെയും ദീൻ തകർന്ന് തരിപ്പണാവുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പോഴാ കല്യാണം വരട്ടെ, ഒരു വിവാഹം വന്നാൽ ദീനൊക്കെ അങ്ങ് മാറും. ഹാജിയാര 5 ഹജ്ജ് ചെയ്ത ആളായിരിക്കും, 30 വർഷം പള്ളിയിലെ പ്രസിഡന്റാ. പക്ഷെ മകന്റെ വിവാഹത്തിന് അങ്ങോട്ട് ചെന്നാ വഴി തെറ്റി വേറെ എവിടെയെങ്കിലും ചെന്നോന്ന് തോന്നിപ്പോകും. പണം ഇങ്ങനെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റി വിവാഹ സദസ് അല്ലേ? എങ്ങനെയൊക്കെ ഇങ്ങനെ വിവാഹ മാമാങ്കങ്ങൾ, എന്നിട്ട് അതിങ്ങനെ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യാ. 16 ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാ. അതിന്റെ ഇടയിൽ പറക്കുന്ന ക്യാമറ ഇപ്പൊ ഇറങ്ങിയേക്കുക. വിവാഹ വീട് പറന്ന് നടന്ന് ഷൂട്ട് ചെയ്യാ ക്യാമറാമാൻ. എന്നിട്ട് ഇതെല്ലാം യൂട്യൂബിലിടുക. ഇന്ന ആജിയാരുടെ മകന്റെ കല്യാണം ഇത്രാം തീയതി, സിനിമാ പാട്ടിന്റെ അകമ്പടിയോടുകൂടി. അതിനുവേണ്ടി നിൽക്കണ്ട. വിവാഹത്തെ ഉത്സവ പറമ്പുകളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് വിവാഹത്തിന്റെ സദസ്സുകൾ മാറിയില്ലേ? ഒരു ഭാഗത്ത് നിക്കാഹ് നടത്തുമ്പോൾ അവിടെ പയ്യന്റെ വരന്റെ കൂട്ടുകാരെന്ന് പറയുന്ന തെമ്മാടിക്കൂട്ടം മാറി നിന്ന് വെടിമരുന്ന് പ്രയോഗം നടത്തുന്ന മോശമായ അവസ്ഥ വേണ്ട ചെറുപ്പക്കാരാ. കൂട്ടുകെട്ടിന്റെ പേരും പറഞ്ഞിട്ട് വിവാഹത്തിന്റെ ദിവസത്തെ വെറും താറുമാറാക്കി കളയുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക് വേണ്ട എന്ന് നീ തീരുമാനിച്ചോ? വിവാഹ സദസ്സുകളെ വെറും മലങ്കോലമാക്കുക. കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ട് പെണ്ണിനെയും പയ്യനെയും എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുക. നട്ടുച്ച സമയത്ത് നിരത്തിലൂടെ നടത്തിക്കൊണ്ടുപോവുക, കാളവണ്ടി കൊണ്ടുപോവുക, JCBയിൽ കൊണ്ടുപോവുക. വളരെ മോശമായ രീതിയിൽ വിവാഹ സദസ്സുകളെ മോശമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടുവെങ്കിൽ പണത്തിന്റെ മേളക്കൊഴുപ്പ് പ്രകടിപ്പിക്കാൻ ഉത്സവപ്പറമ്പിനെ പോലെ. ഉത്സവപ്പറമ്പിൽ വെടിക്കെട്ടുണ്ട്, ഇന്ന് കല്യാണ വീട്ടിലും വെടിക്കെട്ടുണ്ട്. ഉത്സവപ്പറമ്പിലുണ്ടാവും ഭക്ഷ്യമേള, സ്റ്റാളുകൾ ഒരുപാടുണ്ടാവും. കല്യാണ സദസ്സിലേക്ക് വന്നാൽ അവിടെ ഉണ്ടാവും ബൊഫേ സിസ്റ്റം, നിന്ന് തിന്നുക. ബൊഫേ സിസ്റ്റം അല്ല, ബൊഫല്ലോ സിസ്റ്റം. അത് കന്നുകാലിയുടെ സംസ്കാരം. പഴങ്കഞ്ഞി മുതൽ ബിരിയാണി വരെ നേരെ വാരിച്ച് തിന്നിട്ട് വെക്കണം, ഇങ്ങനെ വെച്ചിരിക്കുക. ഉത്സവപ്പറമ്പിലും ഗാനമേള ഉണ്ടാവും, കല്യാണ സദസ്സിലും ഗാനമേള, DJ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പയ്യന്റെ ഉപ്പാനോട് ചോദിച്ചാ അതിപ്പോഴത്തെ ചെറുപ്പക്കാര് കൂട്ടുകാരുടെ ഇതല്ലേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണോ? 1000 തങ്ങന്മാര് വന്ന് ദുആ ചെയ്തിട്ടും കാര്യമില്ല പൊന്നുമോന്. എത്ര ഉലവാക്കളെ വിളിച്ച് ബിരിയാണി കൊടുത്തിട്ടും കാര്യമില്ല പൊന്നുമോന്. നിന്റെ സദസ്സുകളെ പണക്കൊടുപ്പിന്റെ മേളപ്രകടനത്തിന്റെ സദസ്സാണോ? ലക്ഷക്കണക്കിന് രൂപ പൊടിപിടിക്കുന്ന സദസ്സാണോ? 16 ക്യാമറ നിരത്തി വെച്ചുകൊണ്ട് പണം പൊടിപിടിക്കുന്ന സദസ്സാണോ? ബൊഫേ സിസ്റ്റത്തിലൂടെ പണം പൊടിപിടിക്കുന്ന സദസ്സാണോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ച ബറക്കത്തുള്ള നിക്കാഹ് അങ്ങനെയുള്ള നിക്കാഹല്ല. ഹബീബായ റസൂൽ പഠിപ്പിച്ച ബറക്കത്തുള്ള നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇന്ന അഅ്ലമൻ നിക്കാഹി ബറകതൻ ഐസറുഹു മഊനാ. ഇന്ന അഅ്ലമൻ നിക്കാഹി ബറകതൻ ഐസറുഹു മഊനാ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ബറക്കത്തുള്ള നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഏതാ? അത് പറന്ന് നടക്കുന്ന ക്യാമറയുള്ള സദസ്സുകളല്ല, അത് ബൊഫേ സിസ്റ്റമുള്ള സദസ്സുകളല്ല, അത് കാറ്ററിംഗുകാരന് പണം കൊടുത്ത് നടത്തുന്ന സദസ്സുകളല്ല, അത് ഇവൻ മാനേജിനെ കൊണ്ട് നടത്തുന്ന സദസ്സുകളല്ല, അത് ശിങ്കാരി മേളമുള്ള സദസ്സുകളല്ല, അത് വെടിക്കെട്ടുള്ള സദസ്സുകളല്ല, അത് DJയും മ്യൂസിക്കുമുള്ള സദസ്സുകളല്ല. പിന്നെയോ ഐസറുഹു മഊനാ, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കപ്പെടുന്ന നിക്കാഹുകളുണ്ടല്ലോ, ആഡംബരങ്ങൾ അലങ്കാരങ്ങൾ ഒഴിവാക്കപ്പെടുന്ന നിക്കാഹുകളുണ്ടല്ലോ, അതാണ് ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹെന്ന് സയ്യിദുനാ വശഫീഉനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. നിന്റെ പാല് സ്വാധീനമുണ്ടെങ്കിൽ, നിന്റെ പാല് പിടിപാടുണ്ടെങ്കിൽ, ഈ കോടിക്കണക്കിന് പണം ചെലവഴിക്കുമ്പോഴും നിന്റെ വീടിന്റെ സമീപത്തുള്ള ഏക്കർ കണക്കിന് സ്ഥലം വെട്ടി നിരപ്പാക്കിയിട്ടു, അവിടെ ഇങ്ങനെ ഏക്കർ കണക്കിന് പന്തലുണ്ടാക്കിയിട്ട് വിവാഹത്തെ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ നിന്റെ ഉപ്പാന്റെ സ്വാധീനം കൊണ്ട് 10 തങ്ങന്മാരെ നിനക്ക് കൊണ്ടിരുത്താൻ പറ്റും മക്കളെ. മുഴുവൻ ആലിമീങ്ങളെയും കൊണ്ടിരുത്താൻ പറ്റും മക്കളെ. ആ നല്ലവരായ സാദാത്യങ്ങൾ ഉലമാക്കള് 1000 വട്ടം നിനക്ക് വേണ്ടി ബാറക്കല്ലാ 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 എന്ന് ദുആ ചെയ്താലും അത് അനാവശ്യമായ ചെലവുകൾ നടത്തപ്പെട്ട നിക്കാഹാണോ? അത് അലങ്കാരങ്ങൾ ആഡംബരങ്ങളുടെ
ആർഭാട വിവാഹങ്ങളുടെ മാമാങ്കമാണോ? ഹബീബായ റസൂൽ പറഞ്ഞു ബറക്കത്ത് കിട്ടുന്നതാ നിക്കാഹിലല്ല. ഇന്ന അഅ്ലമൻ നിക്കാഹി ബറക്കത്തുൻ, ഏറ്റവും കൂടുതൽ ബറക്കത്ത് കിട്ടുന്ന നിക്കാഹ് ഐസറുഹു മഊനാ, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കപ്പെടുന്ന നിക്കാഹ. അതുകൊണ്ട് പണം ഇങ്ങനെ പൊടിപിടിക്കാനുള്ളതല്ല. ഒരു വിവാഹത്തിന്റെ പേരിൽ 10 വിവാഹത്തിന്റെ പണം പൊടിപിടിക്കുകയാ. ആ പണം പാവങ്ങൾക്ക് കൊടുത്ത് സഹായിച്ചൂടെ? എന്റെ സമ്പന്നരായ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ, നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ അവിടെ അനാവശ്യ ചെലവുകളൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ മഹല്ലുകളിൽ പാവപ്പെട്ട 2 പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൂടെ? നിങ്ങളുടെ മഹല്ലുകളിൽ മഹർ വാങ്ങാനും പണമില്ലാത്ത 2 ചെറുപ്പക്കാർക്കും മഹർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സഹായിച്ചൂടെ? അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നതിനാ, പടച്ചവൻ നിങ്ങൾക്ക് പണം നൽകി സഹായിച്ചത് അതിനു വേണ്ടി കേട്ടാ. അല്ലാഹു പറയുകയാണ്, ഞാൻ നിനക്ക് തന്ന സമ്പത്തിൽ നിന്ന് പാവങ്ങളെ നീ സഹായിക്കുക. വിവാഹം ഒരു സ്വപ്നമായി മാത്രം കണ്ട് ചോർന്നൊലിക്കുന്ന ചറ്റക്കൂരയില് കയ്യും കണ്ണീരുമായി കഴിയുന്ന പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുക്കുക. മഹർ കൊടുക്കാൻ കഴിവില്ലാത്ത ചെറുപ്പക്കാർക്ക് മഹർ കൊടുത്ത് സഹായിക്കുക. അതല്ലാതെ നിങ്ങളുടെ പണം അനാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കല്ലേ, അലങ്കാരത്തിന് വേണ്ടി ചെലവഴിക്കല്ലേ, ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, നിശ്ചയമായും ആരെങ്കിലും അങ്ങനെ പണം പിടിച്ചാൽ, അനാവശ്യത്തിന് വേണ്ടി പണം പിടിക്കുന്നവരെ, അലങ്കാരത്തിന് വേണ്ടി പണം പിടിക്കുന്നവര്, ആഡംബരത്തിന് വേണ്ടി പണം പിടിക്കുന്നവര്, അല്ലാഹു പറയുന്നു ഇന്നൽ മുബദ്ദിരീൻ, നിശ്ചയമായും അങ്ങനെയുള്ള ആഡംബരത്തിന്റെ ആളുകൾ, അങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ ആളുകൾ, അങ്ങനെയുള്ള അലങ്കാരത്തിന്റെ ആളുകൾ കാനൂ ഇഖ്വാന ശയാതീൻ, അവര് പിശാചുക്കളുടെ സഹോദരങ്ങളാ, അവര് ചെകുത്താന്റെ ചങ്ങാതിമാരാ. അതുകൊണ്ട് ചെകുത്താന്റെ ലിസ്റ്റിലേക്ക് പോകല്ലേ, പിശാചിന്റെ പിണിയാളുകളായി മാറല്ലേ. വിവാഹത്തിന്റെ ആഡംബരങ്ങൾ മാറ്റിവെച്ചോ. നിന്റെ കുടുംബ ജീവിതത്തിലെ ബറക്കത്ത് അതിലാണെന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ആഡംബര വിവാഹം ബറക്കത്തുണ്ടാവില്ല, കുടുംബ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. ആഡംബര വിവാഹം അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ DJ നമുക്ക് വേണ്ട, NJ നമുക്ക് വേണ്ട, ഗാനമേള വേണ്ട, വെടിക്കെട്ട് വേണ്ട, ഉത്സവം വേണ്ട, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടുകാരെന്ന് പറഞ്ഞു കുറെ തെമ്മാ. ഇവരൊക്കെ കൂട്ടുകാരാണോ? കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കുക. ഞങ്ങൾ രാത്രി വരുന്നുണ്ട് നിന്റെ വീട്ടിൽ ചാപ്പാടിന്, 1 മണി വരെ ആ പാവങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. വന്നു കഴിഞ്ഞ അല്ലാഹ് വല്ല രക്ഷയുണ്ടോ? അവിടെ വന്ന് വീട്ടുപകരണങ്ങൾ ചിത്തിയാക്കുക. ഇതൊക്കെ കൂട്ടുകാരാണോ? ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട, സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കല്യാണ ദിവസമോ മക്കളെ? ചങ്ങാത്തത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ തമാശകളാകാമെന്നല്ലാതെ അതിനിങ്ങനെ അതിര് കടന്നിട്ട് അതിന് എന്ത് സ്വാതന്ത്ര്യവും എന്ത് വേണേലും ഇങ്ങനെ കാണിക്കുക. കല്യാണത്തിന്റെ ദിവസം എപ്പോഴെങ്കിലും കൂട്ടുകാരൊക്കെ ഒന്നിച്ച് നിന്നിട്ട് ഏതെങ്കിലും ഒരു വളുപ്പ് ഫോട്ടോ അതൊക്കെ വലിയ ഫ്ലക്സ് ആക്കി വെക്കുക. ഇതൊക്കെ മാറണം, ഈ അവസ്ഥയൊക്കെ മാറണം. വിവാഹം, നിക്കാഹ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന സന്ദർഭമാണ്. ദുആ ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടി ആ പെണ്ണും ആ പയ്യനും ആദ്യ രാത്രി മണിയറയിലേക്ക് വരേണ്ടതാണ്. ഇതെപ്പോഴാ? കൂട്ടുകാർക്ക് പാർട്ടിയൊക്കെ കൊടുത്ത് അവന്റെ അടിയിടിയും തൊഴിയൊക്കെ കണ്ട് അവന്റെ കാലും പിടിച്ചിട്ട് ക്ഷീണിച്ച് അവശരായി 3 മണിക്കാ വന്ന് കയറുന്നത്. വല്ല രക്ഷയുണ്ടോ? നമ്മൾ ചിന്തിച്ചു. ഇതൊക്കെ മാറണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരു വിവാഹ ജീവിതം സന്തോഷകരമാകാൻ വിവാഹത്തിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ്. വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ, വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ദീനുണ്ടോ, സൽസ്വഭാവം ഉണ്ടോ എന്നൊക്കെ നോക്കുക. വിവാഹത്തിന് അനാവശ്യമായ ആഡംബരങ്ങൾ, അലങ്കാരങ്ങൾ, അഹങ്കാരങ്ങളൊക്കെ മാറ്റിവെക്കുക. അങ്ങനെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.